എഴുക്ക് എന്ന് പറയുന്നത് KSU യൂത്ത് കോൺഗ്രസ് ആണ്. അത് ഇനിയെങ്കിലുമൊക്കെ തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാകണം. ശരി ഷിറാസ്, മടങ്ങി വരാം. ശ്രീ വി വസീഫ്, അതായത് ഈ സത്യം വിളിച്ചു പറയുന്നവരാണ് സുധാകരനും ചെന്നിത്തലയുമെന്ന് ഈ വിഷയത്തെ ആസ്പദമാക്കി മാത്രം നിങ്ങൾ പറയുന്നതാണോ? അതായത് നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിങ്ങൾ അഭിനന്ദിക്കും, നന്ദി പറയും, കൈയടിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആര് പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞതെന്താ? ഞങ്ങളെ ആക്ഷേപിക്കാനും തെറി പറയാനും കേരളത്തിന്റെ ശരിയായ മുന്നോട്ടുള്ള പോക്കിന് എല്ലാവിധ തടസ്സവും സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് സുധാകരനും ചെന്നിത്തലയും. ആ ചെന്നിത്തലയും സുധാകരനും വരെ ഞങ്ങളെ അംഗീകരിക്കുന്നു, ഞങ്ങളുടെ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രവർത്തകർക്ക് വലിയ താല്പര്യമുണ്ടാക്കും. ശ്രീ വി വസീഫ്, നിങ്ങൾ വലിയ സംഘടനാ സംവിധാനമുള്ള ഒരു പ്രസ്ഥാനമാണ്, തർക്കമൊന്നുമില്ല. ഏറ്റെടുക്കുന്ന പണികളിൽ തുടർച്ചയുണ്ട്, അതാണ് ഏറ്റവും പ്രധാനം. തുടങ്ങിപ്പോവുകയല്ല, അതിന് തുടർച്ചയുണ്ട്. ഈ പൊതിച്ചോറടക്കം പദ്ധതികൾക്ക് തുടർച്ചയുണ്ടെന്നതാണ് നിങ്ങളെ ഒരുപക്ഷെ ഈ പുകഴ്ത്തലുകൾക്ക് വിധേയരാക്കുന്നതും. ഈ ബ്രൂവറി, ആഴക്കടൽ വിവാദം, സ്പ്രിംഗ്ലർ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ AI ക്യാമറ വിവാദം, ഇതിനൊക്കെ തെളിവുകൾ സഹിതം ഇതേ ചെന്നിത്തലയാണ് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ ചെന്നിത്തലയെ അഭിനന്ദിക്കുമോ? ആര് പറഞ്ഞു? അതല്ല ഞാൻ പറഞ്ഞത്. ചെന്നിത്തല എന്ന് പറഞ്ഞാൽ എന്തും ആക്ഷേപിക്കാൻ വേണ്ടി. പക്ഷെ ആക്ഷേപമൊന്നും അല്ല കേട്ടോ. ഈ ബ്രൂവറിയും ആഴക്കടലും സ്പ്രിംഗ്ലറും ഒക്കെ നിങ്ങൾ പിന്മാറി. നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? നമ്മൾ എത്ര ചർച്ച ചെയ്തതാ? അല്ല, അതാ നിങ്ങൾ പിന്മാറി, അതിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറിയില്ലേ? അല്ല, ബ്രൂവറി കാര്യങ്ങൾ അതൊക്കെ പിന്മാറിയതിന്റെ പല സാഹചര്യങ്ങളും ഇപ്പൊ നിങ്ങൾ വിളിച്ച ചർച്ചയും അതല്ല. അത് വേണേ നമുക്ക് അത് തന്നെ പറയാം. ഈ ചെന്നിത്തല ഇപ്പൊ ഉയർത്തി വരുന്ന ആരോപണം എന്താ സ്ഥിതി? രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിലുള്ള മത്സരമാണ്. ആരാണ്? അല്ല, ആ മത്സരം കൊണ്ട് ആ വിഷയത്തിന്റെ ഗൗരവം പോകുന്നില്ല. അല്ലാതെ ആ മത്സരം പറയാനല്ലേ നിങ്ങൾക്ക് കഴിയുന്നുള്ളൂ. നമുക്ക് ചർച്ചാ വിഷയം അതല്ല. പക്ഷെ ആ മത്സരം, അവര് തമ്മിൽ മത്സരമുണ്ട്. ആദ്യം ചെന്നിത്തല പറയുന്നു, പിന്നീട് സതീശൻ വരുന്നു, രണ്ട് പ്രതിപക്ഷ മന്ത്രി വളരെ കൃത്യമായി, വ്യവസായ വകുപ്പ് മന്ത്രി കൃത്യമായി ഈ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു. ഈ കെൽട്രോണിൽ പോയി, കെൽട്രോണിന്റെയും കെൽട്രോൺ കരാറ് കൊടുത്ത സിറ്റിലൊക്കെ പോയി മാധ്യമ പ്രവർത്തകർ തന്നെ ഇന്റർവ്യൂ നടത്തിയതും ഒക്കെ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേറെ ചർച്ച, അതിലേക്ക് പോകാം. ഞങ്ങൾ ഇപ്പൊ ഇവിടെ പറയുന്നത് കേരളത്തിലെ DYFIയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ DYFIയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു സമര സംഘടന എന്നുള്ള നിലക്കുള്ള പ്രവർത്തനങ്ങളോടൊപ്പം ഈ നാടിനെ ബാധിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും ആ നാടിനോടൊപ്പം നിൽക്കുക എന്നുള്ള സമീപനം സ്വീകരിക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച കോവിഡ് കാലം മാത്രമല്ല, ഈ കേരളത്തിനകത്തും നമ്മുടെ രാജ്യത്തിനകത്തും ഒക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ശേഷിക്കനുസരിച്ച്, ഞങ്ങളുടെ സ്വാധീനത്തിനനുസരിച്ച് ഞങ്ങളുടെ സഖാക്കളെ എല്ലാം ഈ പ്രതിരോധ പ്രവർത്തനത്തിന് അണിനിരത്തുക എന്നുള്ള ഒരു രീതി ഞങ്ങൾക്കുണ്ട്. അതാ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. മാനവികത ഉയർത്തിപ്പിടിച്ച്, മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇവിടെ ഇപ്പോ പറയുന്നത് കോവിഡ് കാലം മാത്രമല്ല. രമേശ് ചെന്നിത്തലയുടെ ത്രൂ ഔട്ട് പ്രസംഗം നിങ്ങൾ കേൾക്കൂ. ഇവിടെ തുടർച്ചയായി, അതാണ് വർഷങ്ങളായി എന്നാ പറയുന്നത്. കോവിഡ് കാലത്തല്ല DYFI ഭക്ഷണ വിതരണം ആരംഭിച്ചത്. കോവിഡിന് മുന്നേ തുടങ്ങിയതാണ്. അതിനും വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഭക്ഷണ വിതരണമാണ് ഹൃദയപൂർവ്വം പദ്ധതി. ആ പദ്ധതി ഇപ്പൊ കേരളത്തിലെ 50 ആശുപത്രികളിൽ 40,000 പൊതിച്ചോറുകൾ ഒരു ദിവസം ഉച്ചക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് എത്തി. അത്രയും വിപുലമായ സംവിധാനത്തിലേക്ക് ഈ പൊതിച്ചോർ വിതരണ സംവിധാനം എത്തി. പൊതിച്ചോറ് മാത്രമല്ല, കേരളത്തിൽ രക്തം ദാനം ചെയ്യുന്നതിന് തുടർച്ചയായി അവാർഡ് വാങ്ങുന്ന സംഘടന ഏതാണ്? DYFI ആണ്. തുടർച്ചയായി രക്തം ദാനം ചെയ്യുന്ന സംഘടനക്കുള്ള അവാർഡ് വാങ്ങുന്നു DYFI. അതുപോലെ തന്നെ ഈ കേരളത്തിനകത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന സംഘടന. കോവിഡ് കാലത്ത് ഞങ്ങൾ പ്രത്യേകമായി ഇടപെട്ട ഒരു പ്രവൃത്തി, അത് റീസൈക്കിൾ കേരള എന്ന ഒരു പ്രവൃത്തിയായിരുന്നു, ആ പദ്ധതിയായിരുന്നു. എന്തായിരുന്നു ആ പദ്ധതി? ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു സാലറി ചലഞ്ചിലൂടെ പണം തരാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. ആ സമയത്ത് വലതുപക്ഷം, കേരളത്തിലെ UDF എല്ലാം ആക്ഷേപിക്കുകയും പണം കൊടുക്കരുത് എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ഇറങ്ങുകയും ചെയ്ത സമയത്ത് ഞങ്ങൾ ഈ തെരുവിൽ ആക്രി പെറുക്കി ആ ആക്രി വിൽപ്പന നടത്തി പണം സ്വരൂപിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഖജനാവിലേക്ക് 12 കോടിയോളം രൂപ സംഭാവന ചെയ്തു. അങ്ങനെ ഒരു പ്രവൃത്തി കൂടി DYFI ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായി എല്ലാ ഘട്ടത്തിലും ആ നാട് ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ നേതൃത്വമാവാൻ, പ്രവർത്തനങ്ങളുടെ ഭാഗമാവാൻ ഞങ്ങൾ DYFI ഉണ്ട്. അതിന് ആ കാലഘട്ടത്തിനനുസരിച്ച് നല്ല ഭാവനാപരമായി ഇടപെടാൻ DYFIയുടെ സഖാക്കൾ സന്നദ്ധരാകാറുണ്ട്. ആ പ്രവർത്തനത്തെയാണ് ഇവരിപ്പോ അഭിനന്ദിച്ചിരിക്കുന്നത്. ആ അഭിനന്ദനം
കേരളത്തിലെ ജനങ്ങളുടെ എല്ലാം മനസ്സിലുള്ളതാണ്. ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്നതാണ്. ഇവിടെ കോവിഡ് വന്ന സമയത്തും നിപ്പ വന്ന സമയത്തും എല്ലാം ഈ തെരുവിൽ ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു. ഈ തെരുവിൽ ആശ്വാസമായി ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഏതെങ്കിലും ഒരു മനുഷ്യന് കോവിഡ് ബാധിച്ചാൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സന്നദ്ധരായി ഈ ശരി സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് 5:30 വരെ മാത്രമാണ് നമ്മുടെ സ്പെഷ്യൽ എഡിഷൻ പോകുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ,